ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ. അരിപ്പൊടിയും വേണ്ട, മാവും കുഴയ്ക്കേണ്ട, എന്നാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉപകാരപ്രദമായ കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ഉണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ടിപ്സ് എന്താ നോക്കാം. നമ്മൾ പച്ചക്കറി വാങ്ങുമ്പോൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒന്നായിരിക്കും പച്ചമുളക്. ഈ പച്ചമുളക് നമ്മൾ ഇതുപോലെ ഞെട്ടിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആ ഒരു ടിപ്സ് നമ്മളിതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില സമയത്തെങ്കിലും അതിൻ്റെ ഞെട്ടിയോട് കൂടി നമുക്ക് വറുത്തെടുക്കാനൊക്കെ നമുക്ക് അത് ഈ ഒരു ഞെട്ടി കളയാറില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, കേടുകൂടാണ്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഞെട്ടി കളയാതെ സൂക്ഷിക്കാനുള്ള ടിപ്സാണ്. അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ഒരല്പം ഒരു 2-3 ഡ്രോപ്പ് മതിയാവും കേട്ടോ. അത് ഞാനൊരു സ്പൂണിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മുളകിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഒറ്റിച്ച് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ആ മുളകിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു എണ്ണ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എണ്ണ മിക്സ് ചെയ്തിട്ടുള്ള പച്ചമുളക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഓട്ടയോ ഒന്ന് എയർ കിടക്കാത്ത രീതിയിലുള്ള ഒരു പോളിത്തീൻ കവറിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് കേട്ടോ. അതിനിപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു മാസം വരെ ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ എല്ലാം അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാർക്കലി എന്ന് പറഞ്ഞ ഹെയർ ഓയിലിനെ കുറിച്ചിട്ട്. ഒരുപാട് പേര് വാങ്ങിക്കുകയും അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആ വാങ്ങിച്ച എല്ലാ വ്യക്തികൾക്കും ഒരുപാട് നന്ദി കേട്ടോ. നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും പിന്നെ അകാലം വരെ വരാതിരിക്കാനും പിന്നെ പ്രായം കൊണ്ടും വന്നുള്ള നിറം നമുക്ക് മാറ്റാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ അകാല നിര വന്നവർക്ക് അത് പതുക്കെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൂടാതെ നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും സ്ട്രെസ് ഉള്ളവർക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ് ഈ ഒരു ഹെയർ ഓയിൽ കേട്ടോ. അതുകൂടാതെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. കേശ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആയുർവേദ മരുന്നുകളും ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ കേട്ടോ. അനാർക്കലിയുടെ ഹെയർ ഓയിൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റും കൂടി ഇറക്കിയിട്ടുണ്ട്. അത് ആയുർവേദ ഫേസ് പാക്ക് പൗഡറാണ്. നമുക്ക് സ്കിന്ന് ബ്രൈറ്റൻ ആവാനും മുഖത്തുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും, അതായത് കറുത്ത പാടുകൾ, മുഖക്കുരുവിൻ്റെ പാടുകൾ, കരിമങ്ങല്യം, കരിവാളിപ്പ്, ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ആയുർവേദ കൂട്ടുകൾ കൊണ്ട് തയ്യാറാക്കിയുള്ള ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ. നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാശ് ബ്യൂട്ടി പാർലറിലെല്ലാം കൊണ്ടു കൊടുക്കാറുണ്ടാവും. അപ്പോൾ അതിനെല്ലാം നമുക്ക് സൈഡ് എഫക്റ്റ് വരാറുണ്ടാവും. ഇത് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും വരാതെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്ക് പൗഡറാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട്, പ്രായ വ്യത്യാസമില്ലാണ്ട് ഏത് സ്കിൻ ടോണിനും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ഈ ഒരു ആയുർവേദ ഫേസ് പാക്ക് പൗഡർ തയ്യാറാക്കിയിട്ടുള്ളത്. മഞ്ചിഷ്ട, ഇരട്ടിമധുരം, മുൾട്ടാനി മൾട്ടി, താമരപ്പൂവ്, റോസാപ്പൂവ്, രക്തചന്ദനം, അതുകൂടാതെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 20ലധികം നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് പൗഡർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും അത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിലും സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇനി അങ്ങനെ വെക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇത് ബാക്കി വന്ന മാവ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ദിവസേന രാത്രി ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ദിവസവും നമുക്കിത് കുഴച്ച് പരത്തുണ്ടാക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഇത് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യം മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ പരത്തിയെടുക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നിങ്ങൾക്ക് ചപ്പാത്തി പരത്തേണ്ട ജോലി ഉണ്ടാവില്ല. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ചുട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നിങ്ങളുടെ കനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കനമാണ് ഇഷ്ടമോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഞാൻ അത്യാവശ്യം നല്ല വലുതാക്കിയിട്ടാണ് കേട്ടോ എപ്പോഴും പരത്തുക. എന്നിട്ട് നമ്മൾ കല്ലൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചപ്പാത്തി മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് വെന്ത് പോകരുത്, എന്നാൽ നമുക്ക് തീരെ വെന്തിട്ടില്ല എന്ന് വരരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി മാവിലൊരു ചെറുതായിട്ട് കളർ മാറുമല്ലോ, ആ ഒരു ടൈം ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ചപ്പാത്തി
ദോശക്കല്ലിൽ നിന്ന് അത് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ബാക്കി എല്ലാ ചപ്പാത്തികളും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. എന്നാൽ ഒരുപാട് കുക്കായും പോകരുത്, എന്നാൽ ചെറുതായിട്ട് വേവും വേണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു പറഞ്ഞ രീതിയിൽ നമ്മൾ എല്ലാ ചപ്പാത്തികളും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചുട്ടെടുത്തുള്ള ചപ്പാത്തിയിൽ മുഴുവനായിട്ട് അതിൻ്റെ ചൂട് മാറി കിട്ടണം. ഒന്നിച്ചൊന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ചൂട് മാറില്ല. അപ്പം നമ്മൾ ഒന്നുകൊണ്ട് പരത്തി വെച്ചിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറ്റി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ചപ്പാത്തീൻ്റെ ഒരു ഇത് കണ്ടോ, ഇന്ന് സാധാരണ ഒരു ചപ്പാത്തി നമ്മൾ ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുക, നന്നായിട്ട് കുക്കായി കിട്ടില്ലേ. ഇതൊരു ഹാഫ് കുക്കിലാണ് നമ്മൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് ഒരു സിബ് ലോക്ക് കവറിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ സിബ് ലോക്ക് കവർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുള്ളത് കേട്ടോ. ചപ്പാത്തി നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ടാവണം. എന്നിട്ട് ആ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചപ്പാത്തി ഇതുപോലെ ഒന്ന് മടക്കൊന്നും ചെയ്ത് ചപ്പാത്തി ഇതുപോലെ നിവർത്തിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ മടക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചപ്പാത്തി ആ ഒരു മടക്കിൽ പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പ് മാറാത്ത രീതിയിൽ ഇതുപോലെ കവറിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കവറിന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എയർ കിടക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ആഴ്ച വരെ നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഇതുപോലെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് ഇതുപോലെ ചുട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടാവും, ജോലിഭാരം കുറയുന്നതായിരിക്കും. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കഴിക്കാൻ ഇഷ്ടമായിരിക്കും. എന്നാൽ നമുക്ക് അരിപ്പൊടി നല്ല ചൂടുവെള്ളത്തിൽ കുഴയ്ക്കണം. അങ്ങനെ ഒരുപാട് പണിപ്പെട്ട പണിയായിരിക്കും ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും അത് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്, ഇടിയപ്പം ഉണ്ടാക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്, ഇടിയപ്പം കഴിക്കാൻ ഇഷ്ടമാണ്, അത് ഉണ്ടാക്കാൻ അറിയില്ല, അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സാണ് കേട്ടോ ഇത്. നമ്മൾ കഴിക്കുന്ന ചോറ്, വേവിച്ച് വെച്ചുള്ള ചോറാണിത്. വൈറ്റ് റൈസ് ആയാലും കുഴപ്പമില്ല, മട്ട റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചോറ് കഴിക്കാനായിട്ട് എടുക്കുന്ന ചോറ് നന്നായിട്ട് വേവിച്ചത്, നല്ലതുപോലെ വെന്ത് വരണം എന്നല്ല, വെന്ത് കുഴഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള ചോറ് എടുക്കരുത്. അതുകൂടാതെ തന്നെ നല്ല രീതിയിൽ വെള്ളം മാറുന്നിട്ടുള്ള ചോറായിരിക്കണം. വെള്ളത്തോടു കൂടിയുള്ള ചോറും എടുക്കരുത്. അപ്പോൾ എന്നിട്ട് ചെയ്യേണ്ടത്, വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം ഇടിയപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ചോറ് എടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു റൈസ് കൊണ്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കോക്കനട്ട് ഓയിൽ, ഈ നമ്മൾ റൈസ് കൊണ്ടുള്ള ഇടിയപ്പമാണ്, അപ്പോൾ അത് ഒട്ടി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ചോറിനെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഉപ്പെല്ലാം പാകമാണെന്നുള്ളത് നോക്കണം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ആ ഒരു റൈസിൽ തന്നെ ഒരു വെള്ളം, ഒരു നനവ് അധികം നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നമുക്ക് ആ ഒരു മാവിന് നല്ല രീതിയിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. എന്നിട്ട് ആ കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മാവ് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. നമ്മുടെ മാവ് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാവ് കൊണ്ട് നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടിയപ്പം ഒട്ടിപ്പോവില്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ചെയ്യും. നമ്മൾ ചോറ് കൊണ്ട് തയ്യാറാക്കിയില്ലെങ്കിൽ ഒരു മാവിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇലയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ചൂടുവെള്ളം എല്ലാം കുഴച്ചുണ്ടാക്കുന്ന മാവിനെയും കാട്ടിലും ഇടിയപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് സേവനാഴിയിലേക്ക് ഇതുപോലെ ഒന്ന് അത് റോൾ ചെയ്തുകൊണ്ട് അത് അതിലിട്ട് കൊടുക്കാം കേട്ടോ. മാവ് നല്ല സോഫ്റ്റാണ്, എന്നാൽ നമുക്ക് ഒട്ടാതെ ഇടിയപ്പം കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇടിയപ്പം അതിൻ്റെ നൂല് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ നൂല് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ തേങ്ങയുടെ മുകളിലൂടെ വീണ്ടും ഒന്ന് ആ ഒരു ഇടിയപ്പത്തിൻ്റെ നൂല് ചുറ്റിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ ആ തേങ്ങയ്ക്ക് നല്ല ആവിയൊക്കെ കയറി നല്ല ടേസ്റ്റും ഉണ്ടാവും. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഇടിയപ്പം നമുക്ക് ഒരു 2 മിനിറ്റ് സ്റ്റീമിൽ വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് അധികം സമയമൊന്നും എടുക്കേണ്ടി വരില്ല. ആ വെള്ളം തിളയ്ക്കുന്നൊരു സമയം മാത്രം മതിയാവും. ഓൾറെഡി നമ്മളുടെ ഇടിയപ്പം റൈസ് വെന്തതാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. 2 മിനിറ്റ് മതിയാവും, 2-3 മിനിറ്റ് അത്രയും സമയം വേണ്ടി വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടോ ഈസി ആയിട്ട് നമുക്ക്
ഇടിയപ്പം തയ്യാറാക്കാൻ സാധിച്ചില്ലേ? നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ ഒരു നൂലോ ഒരു നൂലിനായിട്ട് ഒട്ടുന്നില്ല. അപ്പം അത്രയും ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇത് മാവ് കുഴയ്ക്കാൻ അറിയാത്തവർക്കും ഇനി അരിപ്പൊടി ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മളിതിൽ വളരെ കുറച്ച് മാത്രമാണ് അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഇനി ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് മറ്റൊരാരെയും പറഞ്ഞു തന്നതായിട്ട് എനിക്കറിയില്ല. ഇനി ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടോ. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.